കേരള ക്രൈം ഫയൽസ് സീസൺ 2 ഡയറക്റ്റഡ് ബൈ അഹമ്മദ് കബീർ, ദ ഡയറക്ടർ ഓഫ് സീസൺ 1 ഇറ്റ്സെൽഫ്. ഇത്തവണ എഴുതിയിരിക്കുന്നത് ബാഹുൽ രമേശാണ്. ഒരൊറ്റ സിനിമയുടെ പേര് മതി പുള്ളിയുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ. കിഷ്കിന്ധാകാന്ഡം, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് എവർ ഇൻ മലയാളത്തിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. കിളി പാർച്ച പടം 2 തവണ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമ. അതിൻ്റെ റൈറ്ററാണ് ഇതിൻ്റെയും റൈറ്റർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ഒരു വലിയ ഭാരം വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി ഈ ഒരു സീരീസ് തുടങ്ങിയത്. സീരീസ് തുടങ്ങി ഫസ്റ്റ് സീസൺ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് രാഹുൽ റജി നായരായിരുന്നു അതിനകത്ത് ആ ഷോ റൺ ചെയ്ത് പരിപാടിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഒരു ഇത് തോന്നിയത് എന്താണെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ സീസൺ 2 കണ്ടു തുടങ്ങി. എപ്പിസോഡ് 6 ഉണ്ട്. ഒറ്റയടിക്കാണ് ഞാൻ കണ്ടത്. സീസൺ 2 എപ്പിസോഡ് 1 തൊട്ട് 6 വരെ ഒറ്റയടിക്കാണ് ഞാൻ അനുഭവം കൂടി ഇരുന്ന് കണ്ടത്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി, കൊള്ളാം. ആക്ടേഴ്സൊക്കെ അതിഗംഭീരമായ ആക്ടേഴ്സാണ്. കിടിലൻ പെർഫോമൻസുകൾ. സംഭവം തുടങ്ങി ഫസ്റ്റ് 10 മിനിറ്റ് തന്നെ നല്ല ഗ്രിപ്പിങ് അടിപൊളി രീതിയിൽ പോകുന്നു. പിന്നെ ഇതിൻ്റെ ഫുൾ ഒരു കഥാ പശ്ചാത്തലം എന്ന് പറയുന്നത് ഡോഗിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഞാനും അനുഭവം ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ മൊത്തത്തിൽ ഫസ്റ്റ് സീൻ തന്നെ കണ്ടപ്പോൾ എന്നുള്ള ഒരു ഫീലൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ സംഭവം തുടർന്ന് പോയി ഇന്ദ്രൻസ് ചേട്ടൻ, ഐശ്വര്യ ശോഭൻ ചേട്ടൻ, ലാല്, നവാസ് വള്ളിക്കുന്ന്, അതുപോലെ അജു വർഗീസ് വന്നു പോകുന്നു. അപ്പോൾ എപ്പിസോഡ് 3 വന്നു. ഇങ്ങനെ പോകുന്നു കുറേ പേര്. പിന്നെ RDX മച്ചാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ പോകണത്, എന്താ ഇങ്ങനെ പോകണം. പക്ഷേ ഇത്രയും ഗംഭീരമായ റൈറ്റർ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഒരു പഞ്ച് കിട്ടണമല്ലോ. എന്നാൽ മോശം എന്ന് പറയാനും പറ്റില്ല. സംഭവം നല്ല മേക്കിംഗ് ആണ്. ക്യാമറ വർക്കൊക്കെ കിടു. ജിതിൻ സ്റ്റാൻസിലോസാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അടിപൊളി ക്യാമറ വർക്കും പരിപാടികളൊക്കെ. മ്യൂസിക് ബൈ ഹിഷാം അബ്ദുൽ വഹാബ്. കിടിലം. ഈ സീരീസിനെ എൻഹാൻസ് ചെയ്തിരിക്കുന്ന മെയിൻ ഘടകം പുള്ളിയുടെ മ്യൂസിക്കും കൂടിയാണെന്ന് പറയേണ്ടി വരും. അടിപൊളിയായിട്ട് പോകുന്നു. പക്ഷേ ഒരു കിക്ക് കിട്ടണില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോയി ഇതൊരു പ്രസൻറ്റ് അൺഫോൾഡ് ചെയ്യുന്ന പോലെയായിരുന്നു. അതായത് ആദ്യം തുറന്നപ്പോഴും കുറേ പേപ്പറും പരിപാടിയും മറ്റേ കുറച്ച് എന്നാൽ നമുക്ക് ഒരു ആകാംക്ഷ എന്താണ് അങ്ങോട്ട് കിക്കും കിട്ടാനുള്ള ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. പക്ഷേ ഇങ്ങനെ പോയി സീസൺ 2 ലാസ്റ്റ് എപ്പിസോഡ് 6 എൻ്റെ മോനെ വെറുതെ കിടിലം എന്ന് പറഞ്ഞാൽ അടിപൊളി എപ്പിസോഡായിരുന്നു. ആ ഒരു എന്തായിരുന്നു ബാക്കി 5 എപ്പിസോഡ് എന്നുള്ളത് കാണിച്ചു തന്ന ഒരു സാധനം. അത് അൺഫോൾഡ് ചെയ്ത വിധം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ആളുകൾ ആദ്യത്തെ 4 എപ്പിസോഡ് കണ്ട് 5ാമത്തെ എപ്പിസോഡ് ഇത്തിരി ഒരു ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അവിടെ വെച്ച് നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ആ 6ാമത്തെ എപ്പിസോഡ് കാണണം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ 1 തൊട്ട് 5 വരെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള മനസ്സിലാവും. അതല്ലാതെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് അവിടെ വെച്ച് നിർത്തിയ ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫീൽ ചെയ്ത് ഇതിൻ്റെ കാര്യമായിട്ടുള്ള 1ൻ്റെ അത്ര വന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു സംഭവം വരും. എന്നിരുന്നാലും ഞാൻ പറയണം 1 എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ ആ 6th എപ്പിസോഡ് ഓഫ് സീസൺ 2 എൻ്റെ അമ്മോനെ വില്ലൻ ആരാണെന്ന് കാണിക്കുന്നത് അത് കിടുവായിരുന്നു. വില്ലൻ്റെ അഭിനയം എനിക്ക് ആരാണ് വില്ലൻ തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു. എൻ്റെ മോനെ ലാസ്റ്റ് ഒരു ചിരിയുണ്ട്. കിടു. പിന്നെ ഇതിൽ അജു വർഗീസും ലാലായിരിക്കും കേന്ദ്ര കഥാപാത്രം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തെറ്റി. ഞാൻ എൻ്റെ ട്രെയിലർ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് അർജുൻ രാധാകൃഷ്ണൻ, നമ്മുടെ ഉള്ളൊരിക്കലൊക്കെ അഭിനയിച്ചിട്ടുള്ള മച്ചാൻ, കണ്ണൂർ സ്ക്വാഡിലെ വില്ലൻ മച്ചാനാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മെയിൻ ലീഡ് എന്ന് പറയുന്നത്. പുള്ളി സൂപ്പറായിട്ട് ഇതിൻ്റെ ഇടയിൽ അജു വർഗീസ് വന്നുകൊണ്ട് എന്ത് രസമായിട്ടാണ് അജു വർഗീസ് ഇപ്പോൾ അഭിനയിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ പോലീസ് റോളൊക്കെ വെറുതെ കിടിലൻ. എൻ്റെ പൊന്നെ എന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പുള്ളി ഇങ്ങനത്തെ റോളുകൾ അടിപൊളിയായിട്ട് ചെയ്തു പോകണത്. ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാസ്യ നടന്മാർ പിൽക്കാലങ്ങളിൽ വേറെ റേഞ്ച് അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. അത് ഏത് കാലഘട്ടത്തിൽ എടുത്ത് നോക്കിക്കോ. പണ്ടത്തെ നടന്മാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എറ തൊട്ട് ഇപ്പോൾ ഒരാളെ ഏതൊരു ഹാസ്യ നടനെ എടുത്ത് നോക്കിക്കോ ഗംഭീര നടന്മാരായിട്ട് മാറിയിട്ടുണ്ടാവും. അതിൻ്റെ കാരണം തന്നെ ഒരാളെ ചിരിപ്പിക്കുക പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിരിക്കുന്നത്. സിനിമ ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാലും അത് തന്നെ പറയും. അതറിയേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഇപ്പോൾ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന നടന്മാരെ എടുത്ത് നോക്കിക്കോ. ജഗദീഷ് ചേട്ടൻ, ഐശ്വര്യ ശോഭൻ ചേട്ടൻ,
എല്ലാവരും ആരവേണി എടുത്ത് നോക്കിക്കോ. ഇപ്പോൾ അജു വർഗീസ്, ഇവരെല്ലാവരും പിൽക്കാലങ്ങളിൽ ഹാസ്യ നടന്മാരായിരുന്നു. മനസ്സിലായില്ലേ? എന്തൊരു ന്യൂമറസ് എക്സാമ്പിൾസ്. സിദ്ദിഖിക്ക പണ്ട് ഫുള്ള് കോമഡി റോൾസ് ചെയ്തിരുന്ന ആൾ. കൊച്ചിൻ ഹനീഫ പിന്നെ തിരിച്ചുണ്ട്. അതായത് ആദ്യം വില്ലനായിരുന്നു, പിന്നെ ഇതൊക്കെ തീരാ നഷ്ടമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ. ഈ കുറേ മലയാളത്തിലെ ഗംഭീര ആക്ടേഴ്സിനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. കൊച്ചിൻ ഹനീഫൊക്കെ എനിക്ക് തേമ ഇപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എന്ത് ലെവലിൽ സിനിമകൾ ഡയറക്റ്റ് ചെയ്യുമായിരുന്നു, എന്ത് ലെവലിലാണ് റോൾസൊക്കെ ചെയ്യുന്നത്. ഈ OTT-യിലൊക്കെ ഒന്ന് ആലോചിക്കും. ഇവർ വന്ന് വിളയാടി പൂണ്ട് കളിക്കുമായിരുന്നു. അമ്മാതിരി പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. മണിച്ചേട്ടൻ കോമഡി റോൾ ചെയ്തിരുന്ന ആൾ ഹെവി സീരിയസ് റോളിലേക്ക് വില്ലൻ എന്താണ് ചെയ്യാത്തത്, എന്ത് റോളാണ് പുള്ളി ചെയ്യാത്തത്? അങ്ങനെയാണ് ഇപ്പോൾ മിക്ക നടന്മാരുടെ എടുത്ത് നോക്കി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് പിൽക്കാലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കോമഡി ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇപ്പം ഗംഭീര അഭിനയം, വലിയ സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇടയ്ക്ക് ഒരു ഡിപ്പ് വരും. പക്ഷേ ഇവർക്ക് ഡിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇവരിങ്ങനെ ചക്കാന്നും പറഞ്ഞിട്ട് ഓരോ റോൾ ചെയ്ത് വേറെ ലെവലിലെത്തണം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇന്ദ്രൻ ചേട്ടൻ എൻ്റെ പൊന്നു എന്ത് മീറ്ററിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്ന ആ ക്യാരക്ടർ. ഹരിശേഷോൻ ചേട്ടൻ കുറച്ച് സാധനം വെറുതെ കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് അഭിനയിച്ചാലും വേറെ ലെവലിൽ നിന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനത്തെ ലെവലിലാണ് ഇവർ ചെയ്തു വെക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതുമുഖമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ യങ് ജനറേഷൻ ആക്ടേഴ്സിലുള്ള അർജുൻ രാധാകൃഷ്ണൻ എൻ്റെ പൊന്നു കിടുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിടിലം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ആളുടെ അഭിനയം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മളിങ്ങനെ ഒരു പ്രസൻറ്റ് ഒരു പ്രസൻറ്റ് അൺബോക്സ് ചെയ്യണ പോലെയായിരുന്നു. അതായത് ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തുടങ്ങുന്നു, പക്ഷേ തുറന്നു വരുമ്പോൾ ഇതൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എപ്പിസോഡിലെത്തണം. ആ ലാസ്റ്റ് എപ്പിസോഡ് എത്തണയിലാണ് കാര്യം. ഇതൊരു അൺഫോൾഡിങ് ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ത്രില്ലിങ് ക്രൈം ഇൻവെസ്റ്റിഗേഷനേക്കാളും അതിൻ്റെ എൻഡിലാണ് ഒരു സാധനം ഇരിക്കുന്നത്. അത് ഭയങ്കര ഇമോഷണലായിരുന്നു. വില്ലൻ അല്ല വില്ലനാണ് നായകൻ എന്നുള്ള ലെവലിൽ ഒരു സാധനം. ഇനി കൂടുതൽ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ പറ്റണില്ല. പിന്നെ ഡോഗ് ലവേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവജാലങ്ങളോട് എന്തെങ്കിലും ഒരു കമ്പാഷനുള്ള ഒരു ആളെ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അല്ലാത്തവനും കണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും. ഇതിനകത്ത് ഭയങ്കര വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ജോൺ വിക്കൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഈ സിനിമ കാണണം. ഫോർ ദ ആക്ഷനല്ല, ജോൺ വിക്ക് കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഞാൻ ഈ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ സ്പോയിലറൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും പൊളിയടെ കിടിലം എന്ന് പറഞ്ഞാൽ അന്യായ രീതിയിൽ എൻഡ് ചെയ്ത ഒരു സീരീസ്. സ്റ്റാർട്ടിങ് ഇങ്ങനെ പേസ് പിടിച്ച് എനിക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാക്കിയെങ്കിലും എൻ്റെ റിസൾട്ട് വാസ് സൂപ്പർബ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടുകൊണ്ടാണ് ഇത്രയധികം ഇഷ്ടപ്പെട്ടത്. ടേക്ക് ദാറ്റ് 6th എപ്പിസോഡ് എവേ ഫ്രം ദ സീരീസ്, ഇതൊരു ആവറേജർ ആ ഒരു അനുഭവം കിട്ടുള്ളായിരുന്നേ. പക്ഷേ അപ്പോഴും ഞാൻ പറയാണ്, അത് ഇതിൻ്റെ അഭിനയം കൊണ്ടോ ഒന്നും കൊണ്ടൊന്നുമല്ല. ഇതിൽ ഓരോരുത്തരും അഭിനയിച്ചിരിക്കുന്ന അടിപൊളിയായിട്ടാണ്. റൈറ്റിംഗ് എവിടെയൊക്കെയോ ഇങ്ങനെ തൊട്ടും തൊടാതെ ഒന്നും പറയാത്ത രീതിയിൽ, അത്ര ഗ്രിപ്പിംഗ് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയി ലാസ്റ്റ് ഒരു പിടുത്തോളം നമ്മളിങ്ങനെ അവസാന നിമിഷം ഒരാൾ കയറി ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചാണ്. അങ്ങനെയാണ് 6th എപ്പിസോഡ്. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നിയത്. നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വൈകിപ്പോയി ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ. ആക്ച്വലി ഞാനിത് ഇറങ്ങി 2ാം ദിവസം കണ്ടതാണ്, മൊത്തം കണ്ടു തീർത്താണ്. പക്ഷേ എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകൾ മൂലം എനിക്ക് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. 6th എപ്പിസോഡ് വാസ്. പിന്നെ ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ മ്യൂസിക്, അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. അത് കുറേ സ്ഥലങ്ങളിൽ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻറ്റൻസ് ഒരു ഫീല് നൽകുന്ന ഒരു സംഭവം. പിന്നെ പുള്ളിയുടെ ഒരു സ്പെഷ്യൽ സാധനമൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു എയർമാനാണെങ്കിൽ ഇന്ന ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഇന്നൊരു സാധനം എന്തെങ്കിലും നമുക്ക് നോട്ടീസ് ചെയ്യില്ല. അതേപോലെ ഹിഷാമിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഹിഷാം പാടിയിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാൻ പറ്റും ഇത് ഹിഷാമിൻ്റെ ഒരു ഓഡിയോഗ്രഫി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം പുള്ളി ഇടാറുണ്ട്. എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സീരീസാണ്. സീസൺ 1 ആണോ 2 ആണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സീസൺ 1 ആണ്. പക്ഷേ സീസൺ 2ൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അതിഗംഭീരമായിട്ട് ഫീൽ ചെയ്തു. ആസ് എ പെറ്റ് ലവർ, ആസ് എ ഡോഗ് ലവർ, അത് വെറുതെ ടച്ചിങ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ലാസ്റ്റ് എപ്പിസോഡ്. എല്ലാ ബാക്കി എപ്പിസോഡിനെ മലത്തി അടിച്ചെന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. പിന്നെ വില്ലൻ, യു നോ ഹൂ യു ആർ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മച്ചനെ കിട്ടില്ല അഭിനയം, ഒരു രക്ഷയില്ല. എനിക്ക് എൻ്റെ വായിങ്ങനെ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റണല്ലോ, അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്തിൽ കൈ വെച്ചാലും പൊളിയാണ്.
ആസ് ആൻ ആക്ടർ ആൻഡ് ബിയോണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. യു ഡിസേർവ് ബെറ്റർ ബ്രോ. എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഡ്യൂ ക്രെഡിറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. എന്തായാലും ബാഹുൽ രമേഷ് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്താണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഫസ്റ്റ് 5 എപ്പിസോഡ് അണ്ടർപ്ലേ ചെയ്തിട്ട് 6th കൊണ്ടുവന്ന് നെറുകയിൽ അടിച്ച പോലത്തെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയത്. പിന്നെ ഡയറക്റ്റഡ് ബൈ അഹമ്മദ് കബീർ. വെറുതെ നീറ്റ് ആൻഡ് ക്ലീൻ പ്രസൻറ്റേഷൻ. ഇത് ഒബ്വിയസ്ലി വളരെ റോ ആയിട്ടുള്ളൊരു സീരീസാണ്. ലാലിൻ്റെ കഥാപാത്രം ഭൂരിഭാഗം സമയം നല്ല പച്ചക്ക് തെറി പറഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സീസൺ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കുറവാണ്, എന്നാലും ഞാൻ പറയാണ്. അപ്പോൾ റോ ആയിട്ടുള്ള ഒരു പോലീസുകാരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇറ്റ് വാസ് ഷോട്ട് റിയലി വെൽ ഓൾസോ. ക്യാമറമാൻ ജിതിൻ, ഗുഡ് വർക്ക് ബ്രോ, ആസ് ഓൾവേസ് കിടുവായിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആരെയും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു വെക്കുക. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ എനിക്ക് തോന്നിയതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നമുക്ക് 20 മിനിറ്റൊക്കെ ഉള്ളൂ. ലാസ്റ്റ് എപ്പിസോഡ് മാത്രം 40 സംതിങ് മിനിറ്റ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ എന്താണെന്നറിയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കങ്ങനെ ഫീലായി, അനുഭവിക്കാൻ അങ്ങനെ ഫീൽ ആയി. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയടിക്കായിരുന്നു കണ്ടത്. എന്തായാലും സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ നോട്ട് വാസ്, ഇതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ 11 എന്നുള്ള ഒരു കിഡിലൻ സിനിമ OTT വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓൾറെഡി ഞാൻ പറയണം, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരൊറ്റ കാര്യം വെച്ച് ബാക്കി എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് ഞാൻ പറയാം. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ, ത്രില്ലേഴ്സ് ഇഷ്ടമാണെങ്കിൽ, സസ്പെൻസ് ത്രില്ലറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 11 എന്നുള്ളൊരു തമിഴ് സിനിമ ഉണ്ട്, കണ്ടു നോക്കുക. OTT ഉണ്ട്. ഞാൻ അത് കണ്ട ഇവിടെ ആമസോൺ പ്രൈമിലാണെന്നുണ്ട്, എവിടെയാണ് കണ്ടത്, ഏതോ OTT പ്ലാറ്റ്ഫോമിൽ അറിയാൻ കമൻറ്റ് ചെയ്യുക. 11 എനിക്കത് തിയേറ്ററിൽ മിസ്സായി പോയ പടമാണ്. ഞാനത് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് തിയേറ്ററിൽ ചെന്നപ്പോൾ ഞാൻ മാത്രം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ക്യാൻസലായി പോയി ഷോ. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എനിവേസ്, ആ പടം കാണാൻ നോക്കുക. കിഡിലും സസ്പെൻസായിരുന്നു. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.